കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ പലതും വലിയ രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളിലോട്ട് പോകുന്നുണ്ട്. അതായത് ഈ പറയുന്ന ഇവരുടെ ഒരു സ്ക്രീനിങ് കമ്മിറ്റിയിൽ വരുന്ന പേരുകളുണ്ടല്ലോ, അതായത് ഒരു കാരണവശാലും ജയിക്കാൻ സാധ്യതയില്ലാത്തവരുടെ പേരുകളാണ് ചർച്ചയിൽ വരുന്നതെല്ലാം. ഇന്നയാൾ വരണം, ഇന്നയാൾ വരണം എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ വരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ പത്തനംതിട്ട എടുത്തു കഴിഞ്ഞാൽ അടൂർ ഇപ്പോൾ ഒരാൾ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. കാരണം എനിക്ക് ബാബു ദിവാകരൻ, കാരണം സ്ഥാനാർത്ഥിയാവും എന്ന് ഉറപ്പിച്ചിരുന്ന അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പേരുകളിൽ എനിക്കൊന്ന് ഏതാണ്ട് ഒരു തുടക്കം മുതലേ വന്നിരുന്ന ഒരു പേരാണ് ബാബു ദിവാകരൻ. പക്ഷേ നേരത്തെ നഗരസഭ ചെയർമാനായിട്ടൊക്കെ ഇരുന്ന ആളും കൂടിയാണ്. ആൾക്ക് രാജിവെക്കേണ്ടി വന്നു. അപ്പൊ അതിന്റെ പിന്നിൽ വേറെ കുറെ കാര്യങ്ങളും ഉണ്ട്. ഈ രീതിയിൽ അതായത് ജയിക്കാൻ സാധ്യതയുള്ളവരെ ചിലയിടത്ത് നിർത്തിയാൽ ഇന്ന ആള് ജയിക്കുമെന്ന് ഉറപ്പുള്ളവരെ മാറ്റി നിർത്തുന്നു. അവരെ പൂർണ്ണമായിട്ട് മാറ്റി നിർത്തിക്കൊണ്ട് ജയിക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത ആൾക്കാരുടെ പേരിങ്ങനെ മുന്നിട്ട് നിൽക്കുകയും ചെയ്യുന്നു. ഇതാണ് കോൺഗ്രസിൽ ഇപ്പോൾ കാണുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇത് അണികൾക്കിടയിൽ, അതായത് പ്രവർത്തകരാണല്ലോ പ്രാധാന്യമുള്ള ആൾക്കാർ, പ്രവർത്തകർക്കിടയിൽ വലിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്നുകൊണ്ട്, രണ്ട് ചേരിയിലേക്ക് മാറുന്ന അവസ്ഥ ഉണ്ടാക്കുന്നുകൊണ്ട്, പാർട്ടി വിട്ടു പോകുന്ന അവസ്ഥയിലോട്ടും കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട്. ഇതാണോ കനകോലു പറഞ്ഞ ഐക്യം എന്ന ചോദ്യം? ഇത് കനകോലു ഐക്യം പറഞ്ഞാലും ശരി, വി ഡി സതീശൻ ടീം UDF എന്ന് പറഞ്ഞാലും ശരി, UDF-നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറഞ്ഞ ഒരു അഴിയാക്കുരുക്കാണ്. ഒരു അഴിയാക്കുരുക്കെന്ന് വെച്ചാൽ, കാരണം ഇതിനകത്ത് പല താല്പര്യങ്ങളും വരും. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ തിരുവനന്തപുരം ഉദാഹരണം, നമുക്ക് തിരുവനന്തപുരം എടുക്കാം. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം സെൻട്രൽ എന്ന് പറയുന്ന ഒരു മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ആശയക്കുഴപ്പങ്ങളുണ്ട്. ആ ആശയക്കുഴപ്പം എന്ന് പറയുന്നത് CMB എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് CP ജോണിനെ അവിടെ സ്ഥാനാർത്ഥി ആക്കണം എന്ന് പറയേണ്ട ഒരു വിഭാഗം നിൽക്കുന്നുണ്ട്. ഈ മറ്റൊരു വിഭാഗം അത് തന്നെയല്ല, അവിടെ VS ശിവകുമാർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് അവിടെ മത്സരിക്കണം എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം കച്ചകെട്ടിയിരിക്കും. കാര്യം നേരത്തെ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് വിജയിച്ച ഒരാളാണ് ഈ പറയുന്ന VS ശിവകുമാർ. അദ്ദേഹം പിന്നീട് ആരോഗ്യവകുപ്പ് മന്ത്രിയാവുന്നതൊക്കെ നമ്മൾ കണ്ട കാഴ്ചയാണ്. ആരോഗ്യം ദിവസമൊക്കെ ഭരിച്ച ഒരു മന്ത്രിയായി അദ്ദേഹം മാറുകയും ചെയ്തു. എന്നാൽ ഇവിടെ നമ്മൾ ടോട്ടാലിറ്റി എടുക്കുമ്പോൾ തിരുവനന്തപുരം സെൻട്രൽ എന്ന് പറയുന്ന മണ്ഡലത്തിൽ CP ജോണിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നല്ലൊരു നേതാവാണ്, നല്ലൊരു സംഘാടകനാണ്. അല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹം നല്ല അറിവുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് ഈ എന്താണ് CMB എന്ന് പറയുന്ന പാർട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൃത്യമായി പറഞ്ഞാൽ MP രാഘവൻ ഉണ്ടാക്കിയ ഇടതുപക്ഷത്തിനോട് ചേർന്ന് നിൽക്കുന്ന സഖാവ് എന്ന് വിളിക്കാൻ പറ്റിയൊരു പാർട്ടിയാണ് ശരിക്കും ഈ CMB എന്ന് പറയുന്നത്. വിപ്ലവ പാർട്ടിയാണ്. അപ്പോൾ ആ പാർട്ടിയുടെ ഒരു നേതാവ് എന്നുള്ള നിലയിലാണ് CP ജോൺ അറിയപ്പെടുന്നത്. ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഗുണങ്ങളെല്ലാം CP ജോണിലും ഉണ്ട്. എന്നാൽ ഒരു പാർലമെന്റേറിയൻ എന്നുള്ള നിലയ്ക്ക് CP ജോണിനെ എത്ര പേർക്ക് അറിയാം എന്നാർക്കും അറിയില്ല. അതായത് ഒരു പാർലമെന്ററി തലത്തിൽ നിന്നുകൊണ്ട് CP ജോണിന് പ്രാധാന്യമുണ്ടോ എന്നുള്ളതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. എന്നാൽ അത്തരം ചർച്ചകളല്ല നടക്കുന്നത്. ഘടകകക്ഷിക്ക് വേണ്ടിയിട്ട് സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഒരു നേതാവിനെ വലിച്ചു കീറി മാറ്റിയിടുന്നു. പത്തനംതിട്ട റാന്നി എന്ന് പറയുന്ന മണ്ഡലം നമുക്ക് എടുത്ത് നോക്കാം. റാന്നി എന്ന് പറയുന്ന മണ്ഡലത്തിൽ ഇപ്പോൾ സ്ഥാനാർത്ഥി പേര് ആരുടെ ഉയർന്നത്? പഴകുളം മധു എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെയാണ് റാന്നി മണ്ഡലമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഈ പഴകുളം മധുവിന് എന്താണ് അവിടുത്തെ ഒരു അടൂരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റാന്നിയായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പ്രസക്തി ഉള്ളത്? ശരിക്കും പറഞ്ഞാൽ പഴകുളം മധു എന്ന് പറയുന്നത് ഇപ്പൊ ചാനൽ ചർച്ചയിലൊക്കെ വരുന്നു, അദ്ദേഹത്തിന് മികച്ച പാർലമെന്റേറിയൻ ആണോ? അല്ല. അദ്ദേഹം അങ്ങനെ ഒരു മികച്ച MLA ആയിട്ട് എപ്പോഴെങ്കിലും ഇരുന്നിട്ടുണ്ടോ? ഒരു ജനപ്രതിനിധിയായിട്ട് എപ്പോഴെങ്കിലും അത് ഇരുന്നിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു മികച്ച തലത്തിലേക്ക് വരുന്ന ഒരു 10 പേരെ കൊണ്ടുവരാൻ കഴിയുമോ? ഇല്ല. അതിന് പകരം കഴിവുള്ള നേതാക്കന്മാരെ അവിടെ ഇറക്കുക. ചെറുപ്പക്കാരാണെങ്കിൽ ചെറുപ്പക്കാരെ ഇറക്കുക. ഇപ്പൊ തന്നെ നമുക്കറിയാം അവിടെ എനിക്ക് തോന്നുന്നു പിന്നെ വേറൊരു ചെറുപ്പക്കാരനായ 11,859 ഈ 11,000-ലധികം വോട്ടുകൾ പിടിച്ചിട്ട് പിന്നെ അവിടുത്തെ ഒരു ഡിവിഷനിൽ, അങ്ങാടി ഡിവിഷനിൽ, ജില്ലാ പഞ്ചായത്തിന് ഡിവിഷനിൽ വിജയിച്ചൊരു ചെറുപ്പക്കാരനുണ്ട്. എന്തുകൊണ്ടാണ് പുള്ളി അവിടെ ഇറക്കിക്കൊണ്ടുവരാത്തത്? ആരോൺ ബിജിലി എന്ന് പറയുന്ന നേതാവിനെ. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് നിർത്തിയാൽ വിജയിക്കാൻ സാധ്യതയുള്ള നേതാക്കന്മാരെ കോൺഗ്രസ് പാർട്ടി പയറ്റുന്നില്ല, ഇറക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ നോക്കിയ പാലോട് രവിക്ക് എന്താണ് പ്രസക്തി അവിടെ? എനിക്ക് അരുവിക്കരയോ മറ്റോ ആണെന്ന് തോന്നുന്നു പാലോട് രവിയെ മത്സരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് പാലോട് രവിയുടെ പ്രാധാന്യം? എനിക്ക് മനസ്സിലാവുന്നില്ല. ജനഗണമന തെറ്റിച്ചൊല്ലുന്ന ഒരു വലിയ കഴിവായിട്ടാണോ നമ്മൾ കാണേണ്ടത്? അതാണോ പുള്ളിക്ക് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ കഴിവ്? അപ്പൊ അങ്ങനെ ഈ പറയുന്ന ഈ ഇത്തരത്തിലുള്ള പടുകിഴവൻ സ്ഥാനാർത്ഥികളെയൊക്കെ എടുത്ത് ദൂരെ കളയുക. അരുവിക്കരയിൽ ഇപ്പോൾ തോറ്റാലും ശരി ശബരിനാഥിനെ ഇറക്കി നിർത്തിയാൽ എന്താ കുഴപ്പം? ശബരിനാഥ് ചെറുപ്പമാണ്. അപ്പൊ അങ്ങനെയുള്ള നേതാക്കന്മാരെ, കൊള്ളാവുന്ന നേതാക്കന്മാരെ മണ്ഡലങ്ങളിലേക്ക് വിന്യസിച്ചുകൊണ്ട് ഇറക്കാൻ സാധിക്കുക. ഇപ്പം നമുക്കറിയാവുന്ന പോലെ പിന്നെ വിജയസാധ്യത ഒട്ടുമില്ലാത്ത, കഴിഞ്ഞ തവണ 10 മത്സരിച്ച് 8 തോറ്റുപോയ ഒരു നേതാവിൻ്റെ പാർട്ടിയുണ്ട്, PJ ജോസഫിൻ്റെ. 8 പരാജയപ്പെട്ടത്. 10-ൽ 2 അവരുടെ സ്കോർ. ഈ 10-ൽ 2 സ്കോറുമായിട്ട് ഇറങ്ങി നിൽക്കുന്ന PJ ജോസഫിൻ്റെ പാർട്ടിയെ വീണ്ടും എന്തിനാണ് UDF എന്ന് പറയുന്ന മുന്നണിക്കകത്തിട്ട് കൊണ്ടു നടക്കുന്നത്? അവിടെ എത്ര സ്ഥാനാർത്ഥികൾ വിജയസാധ്യതയുണ്ട്?
കഴിഞ്ഞ തവണ തന്നെ എനിക്ക് തോന്നുന്നു തൊടുപുഴയിലും പിന്നെ മോൻസ് ജോസഫും അങ്ങനെ 2 പേര് മാത്രമാണ് ജയിച്ചത്. ബാക്കി എല്ലാവരും തോറ്റു. അപ്പോൾ ഇപ്പോൾ ഉയർന്നൊരു ആവശ്യം എന്താ? ഈ ഘടകകക്ഷി ഒഴിവാക്കിക്കൊണ്ട് മറ്റ് കോൺഗ്രസ് പല സീറ്റുകളും ഏകദേശം 4ഓളം സീറ്റുകൾ കോൺഗ്രസ് തിരിച്ച് ഏറ്റെടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആവശ്യം. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ കോൺഗ്രസിലെ കഴിവുള്ള നേതാക്കന്മാർ ഇപ്പോൾ കുട്ടനാട് അടക്കമുള്ള ഇടുക്കി അടക്കമുള്ള മേഖലകളിൽ സ്ഥാനാർത്ഥികളായി മത്സരിപ്പിക്കാനും ജയിപ്പിക്കാനും സാധിക്കുമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാവണം. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് തൽക്കാലം തയ്യാറാകാൻ പറ്റാത്ത ഗതികേടിലാണ് നിൽക്കുന്നത്. PJ ജോസഫിനെ പോലെയുള്ള ഒരു നേതാവിനെ പിണക്കാൻ കഴിയില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. ഈ മധ്യ കേരളം എന്ന് പറയുന്ന UDFന്റെ കയ്യിൽ കിടക്കുന്ന മധ്യ കേരളത്തിൽ സഭാ നേതൃത്വങ്ങളെ പിണക്കിക്കൊണ്ട് PJ ജോസഫിനെ ഒഴിവാക്കി വിടാൻ കഴിയില്ല. ഇത്തവണ തൊടുപുഴയിലും എനിക്ക് തോന്നുന്നില്ല PJ ജോസഫ് മത്സരിക്കാൻ ഇറങ്ങുമെന്ന്. പകരം PJ ജോസഫിന്റെ മകനായിരിക്കും ഇത്തവണ. കാര്യം 85 വയസ്സിന് വേണ്ടി പ്രായമായി. അപ്പോൾ അത്രയും പ്രായമുള്ള ഒരാളെ എന്തിനാണ് ഇനിയും സഭയിലേക്ക് കൊണ്ടുവരുന്നത്? അതിന് പകരം അബു ജോൺ ജോസഫ് ആയിരിക്കും മിക്കവാറും അവിടെ മത്സരിക്കാനുള്ള ഒരു സാധ്യതയുള്ളത്. അപ്പോൾ അങ്ങനെ അവിടെ ഒരു ട്വിസ്റ്റ് നടക്കാൻ പോകുന്നു. അപ്പം PJ ജോസഫ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ ആ ഒരു നേതാവിന്റെ പ്രസക്തി അവസാനിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. PJ ജോസഫ് എന്ന് പറയുന്ന ഒരു ആളിന്റെ പ്രസക്തി തീർന്നു. ആ ഒരു ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പ് തന്നെ അവിടെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുക. ഇത്രയും പേര് ഒരുമിച്ച് പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കുക. ഏതെങ്കിലും ഒരു ഘടകകക്ഷിയുടെ ഇത്രയും അധികം സ്ഥാനാർത്ഥികൾ ഒരുമിച്ച് പരാജയപ്പെടുക ഈ ജോസഫ് ഗ്രൂപ്പില്ല, കേരള കോൺഗ്രസ് അല്ലാതെ. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന അവരുടെ കാലം കഴിഞ്ഞു. അവരെ പടിക്ക് പിടിച്ച് പുറത്താക്കണം. അവരെ പുറത്താക്കിക്കൊണ്ട് ഒന്നുകിൽ ഘടകകക്ഷികൾ കൂട്ടിയോജിപ്പ് നടത്തുക. ഇനിയിപ്പം ഈ ജോസഫിന്റെ കാലം കഴിഞ്ഞാൽ അബു ജോൺ ജോസഫിന്റെ കയ്യിലാണ് കോൺഗ്രസ് പാർട്ടി, അതായത് കേരള കോൺഗ്രസ്. അന്ന് എത്ര പേര് ഈ കേരള കോൺഗ്രസിൽ കാണുമെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. ഇപ്പൊ തന്നെ കഴിഞ്ഞ പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെ വന്ന സമയത്ത് തന്നെ ഏറ്റുമാനൂരിൽ നിന്ന് എത്രയോ അധികം ആൾക്കാർ കൊഴിഞ്ഞുപോയി. പല ഭാഗങ്ങളിലും ഈ കോട്ടയം ജില്ലയുടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്രയോ അധികം ആളുകളെ കൊഴിഞ്ഞുപോയി മറ്റേ മാണി ഗ്രൂപ്പിലേക്ക് ചേക്കേറിയത്. ചിലരൊക്കെ തിരിച്ചു വന്നു എന്നുള്ളത് വേറൊരു യാഥാർത്ഥ്യം. അപ്പം ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകളിലേക്ക് കോൺഗ്രസ്സുകാർ സ്ഥാനാർത്ഥികളെ നിർത്തുക. അപ്പം അപ്പോഴും പ്രശ്നമുണ്ട്. കോൺഗ്രസിന്റെ ഒരു പൊതു സ്വഭാവം അനുസരിച്ചുകൊണ്ട് ഏത് സ്ഥാനാർത്ഥിയെ നിർത്തും? ഇപ്പം നമുക്കറിയാം K. സുധാകരൻ പോലും ഇടഞ്ഞു നിൽക്കുകയാണ്. K. സുധാകരൻ എന്ന് പറയുന്നൊരു നേതാവിന് ഇത്രത്തോളം പ്രസക്തി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? K. സുധാകരന് വേണ്ടിയിട്ട് കോൺഗ്രസ് പാർട്ടിയെ അടിയറ വെക്കേണ്ടതുണ്ടോ? ഇവർ ചിന്തിക്കണം, കോൺഗ്രസ്സുകാർ ചിന്തിക്കണം. അവിടെ അങ്ങനെ ഒരു സീറ്റ് ഇലക്ഷൻ കഴിയുമ്പോഴെങ്കിലും ഇവരുടെ അടി തീരൂ? ഇല്ല, തലേദിവസം വരെ ഇല്ല. ഇലക്ഷൻ കഴിഞ്ഞ് എങ്ങാനും ഇവർക്ക് ഭൂരിപക്ഷം കിട്ടിയാലോ? ഭൂരിപക്ഷം കിട്ടിയാൽ നടക്കാൻ പോകുന്ന അടി എന്തായിരിക്കും? ഇത് ചെറിയ അടിയൊന്നുമല്ല. ഇപ്പൊ സീറ്റിന് വേണ്ടി നടക്കുന്ന എത്രയോ മണ്ഡലങ്ങൾ ഉണ്ടെന്നറിയോ? ഇപ്പൊ ഈ പറയുന്ന പോലെ പല മണ്ഡലങ്ങളും കോൺഗ്രസ് നിന്നാൽ ജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളുണ്ട്. എന്നാൽ അതെല്ലാം കൂടെ എടുത്തിട്ട് ഇവർക്ക് കൊടുക്കും. പിന്നെ എന്താ, പാലക്കാട് തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമാണ് കോങ്ങാട് സീറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊരു മണ്ടത്തരമാണെന്ന് കാണിക്കുന്നത്. ഡീല് VK ശ്രീകണ്ഠന്റെ ഭാര്യയെ മത്സരിച്ച് ജയിക്കാൻ വേണ്ടിയിട്ട് ഡീൽ ഉണ്ടാക്കുക. എന്നിട്ട് ചില ആൾക്കാർ പറയുന്നത്, ഇപ്പൊ ഷാഫി പറമ്പിൽ പറയുന്നത് ഞാൻ പറയുന്ന ഒരാളെ മത്സരിപ്പിക്കണം. അവിടെ വിജയസാധ്യത അല്ല നോക്കുന്നത്, എൻ്റെ നോമിനി എന്നുള്ള നിലയിലേക്ക് ഒരാൾ വരണം. ഇങ്ങനെ പല നേതാക്കന്മാരും ഗ്രൂപ്പ് രാഷ്ട്രീയം ഉപയോഗിച്ചുകൊണ്ട് അവരവരുടേതായ നേതാക്കന്മാരെ കളത്തിലേക്ക് ഇറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ കളത്തിലേക്ക് ഓരോ നേതാക്കന്മാരെയും ഇറക്കിക്കൊണ്ട് വരുമ്പോൾ സ്വാഭാവികമായും ഇല്ലാതാവുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ മൂല്യമാണ്. മൂല്യം പണ്ടേ ഇല്ല എന്നുള്ള വേറൊരു കാര്യം. അപ്പോൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനുള്ള കഴിവ് ഇപ്പോഴത്തെ നേതാക്കന്മാർക്കില്ല. ഇപ്പം VD സതീശനാണ് അതിന് എതിര് പറയുന്നതെങ്കിൽ VD സതീശനെ കൊല്ലാൻ വേണ്ടി തയ്യാറെടുത്ത് വാളെടുത്ത് നിൽക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ അപ്പുറത്തെ സൈഡിലുണ്ട്. ചെന്നിത്തല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതല്ല. ചെന്നിത്തലയ്ക്ക് ഇന്ന് കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഒരു വലിയ പ്രാധാന്യമൊന്നും അവകാശപ്പെടാനില്ല. ചെന്നിത്തല പറഞ്ഞ കേൾക്കുന്ന നേതാക്കന്മാരുടെ എണ്ണം ശരിക്കും പറഞ്ഞ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വളരെ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വിഭാഗം ആൾക്കാർ പല ആളുകൾ ചേർന്നുകൊണ്ട് അവരവരുടെ ഗ്രൂപ്പുകൾ വളർത്തിക്കൊണ്ട് പോകാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിലൊക്കെ വരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണ്ണയം പലരെയും ഭയന്നുകൊണ്ട് ഞങ്ങളങ്ങ് ഇറങ്ങിപ്പോയി. ഇവിടെ G. സുധാകരൻ എന്ന് പറയുന്ന ഒരു പാർട്ടിയിലെ ഏറ്റവും അനിഷേധ്യനായ ഒരു നേതാവാണ് G. സുധാകരൻ. ആലപ്പുഴയിൽ നിന്ന് ഇറങ്ങിപ്പോയി സ്വതന്ത്രനായി മത്സരിക്കാൻ പ്രഖ്യാപിച്ചു. പാർട്ടി കുലുങ്ങിയില്ലല്ലോ. പാർട്ടി അതിന്റെ പിന്നാലെ പാർട്ടി പ്രതിരോധത്തിലായി എന്ന് പല മാധ്യമങ്ങളും VD സതീശനടക്കം പറഞ്ഞു. CPM പ്രതിരോധത്തിലായോ? ഇല്ല. CPM ശക്തമായി തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അവിടെ അതിനെ ഏത് രീതിയിൽ പ്രതിരോധിക്കാമെന്ന് മാധ്യമങ്ങളുമായിട്ടല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. പാർട്ടി ഘടകങ്ങളിൽ അത് ചർച്ച ചെയ്യും. ഇതിനെ ഏത് രീതിയിലായിരിക്കണം നമ്മൾ ടാക്കിൾ ചെയ്യേണ്ടത്, ഇത് ഏത് രീതിയിലായിരിക്കും നമ്മൾ ഇതിന്റെ ചുറ്റഴിച്ചെടുക്കേണ്ടത്, ഇത് പാർട്ടി കൃത്യമായി ചർച്ച ചെയ്യും. G. സുധാകരൻ പോയെങ്കിൽ പൊയ്ക്കോട്ടെ. അനുനയ ചർച്ച 1-2 ചർച്ചകൾ നടത്തി. മുഖ്യമന്ത്രി വരെ പിന്നെ ഇദ്ദേഹം കണ്ടിരുന്നു. അപ്പോഴും അദ്ദേഹം സീറ്റ് വേണമെന്നുള്ള വാശി. അവിടെ എന്താണ്, ജയസാധ്യതയുള്ള സലാമിനെ പോലെ ഒരു നേതാവല്ലേ അവിടെ മത്സരിക്കേണ്ടത്? ഇപ്പൊ അവിടെ വേറൊരു പ്രശ്നം കൂടി വരും. ഷുക്കൂർ ഇപ്പം വലിയൊരു വിവാദം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അവിടെ G. സുധാകരൻ ഇത്തവണ UDF പിന്തുണയ്ക്കുമെന്ന് കരുതിയിട്ടാണ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് അല്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കുന്നത് പ്രഖ്യാപിച്ചത്. അതേസമയം UDF പിന്തുണച്ചാൽ പിന്നെ അവിടുത്തെ ഷുക്കൂറിന് പണി കിട്ടും. ഷുക്കൂറിന് സ്വാഭാവികമായിട്ട് സ്ഥാനാർത്ഥിത്വം പോവും. ഷുക്കൂർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു, എന്നെ സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ എനിക്ക് പലതും വിളിച്ചു പറയേണ്ടി വരും
ഇതൊരു സൂചനയാണെന്നേ. ഈ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ ശാപത എനിക്ക് പലതും വിളിച്ചു പറയേണ്ടി വരും എന്ന് പറയുന്ന പാർട്ടിയിലുള്ള നേതാക്കന്മാരുടെ അണികളുടെയും ഭീഷണിക്ക് വഴങ്ങേണ്ടി വരുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ദുരവസ്ഥ. അങ്ങനെ വിളിച്ചു പറയാൻ പഴകുളം മധുവിനും ഉണ്ടാവുമെന്നേ പലതും പറയാൻ. പഴകുളം മധുവിനെ കുറിച്ച് മറ്റു പലർക്കും പറയാനുണ്ടാവും. ഈ പറയുന്ന പത്തനംതിട്ടയിൽ ഈ പറയുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ ഒരു ശിഥിലമായ ഒരു അവസ്ഥയിലേക്ക്, ഇപ്പോഴും ശിഥിലമെന്ന് തന്നെ പറയും ഞാൻ. കാരണം അത്രത്തോളം വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമായിരുന്ന ഒരു സ്പേസ് തന്നെയാണ് പത്തനംതിട്ട. ആ പത്തനംതിട്ട ജില്ല, ആ ജില്ലയിൽ 2-3 വിഭാഗങ്ങളായി കോൺഗ്രസ് പാർട്ടിയെ തരംതിരിച്ചതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരാൾ കൂടിയാണ് ഈ പഴകുളം മധു എന്ന് പറഞ്ഞാൽ. അപ്പം ഇങ്ങനെ ഒരു വലിയ പ്രശ്നത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യാഥാർത്ഥ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നോക്കിക്കോളൂ, ഈ ഷുക്കൂർ വാ തുറന്നു കഴിഞ്ഞാൽ ഏതൊക്കെ നേതാക്കന്മാർ കിണിയിലാവും? രാഹുൽ മാങ്കൂട്ടത്തിൽ വാ തുറന്നു കഴിഞ്ഞാൽ ഇത്തവണ രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച വെക്കും എന്നുള്ളതാണ് സണ്ണി ജോസഫ് വരെ പറഞ്ഞിരിക്കുന്നത്. പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും രാഹുൽ മാങ്കൂട്ടം. അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുക്കാൻ പറ്റില്ല എന്ന് അഡമന്റ് ആയിട്ട് പറയാൻ എന്തുകൊണ്ട് അവർ കഴിയാത്ത പോകുന്നത്? ഇങ്ങനെ കോൺഗ്രസിനകത്ത് ഇല്ലാത്ത ഒരു നേതാവിനെ സീറ്റ് കൊടുക്കുന്ന കാര്യം ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനം എടുക്കുമെന്ന് പറയേണ്ട ആവശ്യം എന്തുവാ? ഞങ്ങൾ സീറ്റ് കൊടുക്കില്ല, കാര്യം അദ്ദേഹം ഞങ്ങൾ കോൺഗ്രസിന്റെ നേതാവല്ല. അപ്പൊ അങ്ങനെ നേതാവല്ലാത്ത ഒരാളെ ആൾക്ക് എന്തിനാണ് സീറ്റ്? ഞങ്ങൾ ചർച്ച ചെയ്യേണ്ട ആവശ്യം എന്തോ കോൺഗ്രസ്? ഇതാണ് കോൺഗ്രസിന്റെ ദുരവസ്ഥ. ഇപ്പൊ പലർക്കും പലതും പറയാനുണ്ട്. ഇപ്പൊ പിന്നെ ഈ പഴകുളം മധുവിനാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും ഷുക്കൂറിനാണെങ്കിലും അങ്ങനെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന, ഇനി എന്തിന് പാലോട് രവിക്കാണെങ്കിൽ പോലും എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ടാവും. ഈ ദുരവസ്ഥയിൽ നിന്നും കോൺഗ്രസ് പാർട്ടി കരകയറാനേ പോകുന്നില്ല. ഇപ്പൊ ഈ പറയുന്ന പോലെ രമേശ് ചെന്നിത്തലയ്ക്ക് നാളെ സീറ്റ് കൊടുക്കുന്നില്ല എന്നൊരു പ്രഖ്യാപനം വന്നാൽ ചെന്നിത്തലയ്ക്ക് നാളെ പറയാനുണ്ടാവും. കെ സുധാകരനെ വിളിച്ചു പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. കെ സുധാകരൻ പറയാനുള്ള കൂടുതലും പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ ദീപ്തി മേരി വർഗീസ്, അവർക്ക് സീറ്റ് കൊടുക്കാൻ സാധ്യതയില്ല. ദീപ്തി മേരി വർഗീസിനെ അവിടെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് തൃക്കാക്കരയിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കം LDF നടത്തുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇപ്പോഴും ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനത്തിലോട് അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നിട്ട് കൂടി കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഇപ്പോഴും ശക്തമാകാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്.